ഹായ് ഓൾ, വെൽക്കം ടു ബിടെക് മെഡിസി. ഇന്ന് നമ്മൾ ലോജിക് സർക്യൂട്ട് ഡിസൈനിൽ മോഡ്യൂൾ 2 ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് കെ മാപ്പ് സിംപ്ലിഫിക്കേഷൻ. അപ്പോൾ അതിൻ്റെ KTUവിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കെ മാപ്പ് സിംപ്ലിഫിക്കേഷൻ ചോദിച്ചിട്ടുള്ള ഒരു പ്രീവിയസ് 4 ഇയേഴ്സിൽ KTU യൂണിവേഴ്സിറ്റി ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഒരു 8 to 10 മാർക്സ് നോർമലി എല്ലാ ക്വസ്റ്റ്യൻസിലും കെ മാപ്പ് സിംപ്ലിഫിക്കേഷൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത് അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ഒരു ടോപ്പിക്കാണ് കെ മാപ്പ് സിംപ്ലിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് കൗണ്ടർ ഡിസൈനിൻ്റെ കേസിലൊക്കെ വരുമ്പോഴും നമുക്ക് കെ മാപ്പ് സിംപ്ലിഫിക്കേഷൻ യൂസ് ചെയ്ത് അതിൻ്റെ എക്സ്പ്രഷൻസ് സിംപ്ലിഫൈ ചെയ്യേണ്ടി വരും. അപ്പോൾ അതിനും യൂസ്ഫുൾ ആവും. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഒരു 5 യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ സോൾവ് ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ പാർട്ട് 1 ആണ്. ഇപ്പം ഈ ലാസ്റ്റ് 3 ഇയേഴ്സ് 4 ഇയേഴ്സ് നോക്കുമ്പോഴത്തേക്കെല്ലാം അതിൻ്റെ സം ഓഫ് പ്രൊഡക്റ്റ് എക്സ്പ്രഷൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ ഫുൾ സം ഓഫ് പ്രൊഡക്റ്റ് എക്സ്പ്രഷൻസ് ആയിരിക്കും നമ്മൾ സിംപ്ലിഫൈ ചെയ്യുന്നത് യൂസിങ് കെ മാപ്പ്. ഇതിനൊരു പാർട്ട് 2 ബാക്കി പോർഷൻസ് കൂടെ നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മോഡ്യൂൾ 2 നമുക്ക് ഒരു 90% എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കെ മാപ്പ് സിംപ്ലിഫിക്കേഷൻ. അപ്പോൾ അതുമായിട്ട് ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ ആണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഫുൾ സോൾവ് ചെയ്യാൻ പോകുന്നത്. അപ്പം നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആവുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് അപ്പം തന്നെ നിങ്ങൾക്ക് ലഭിക്കും. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇത് KTU ഡിസംബർ 2019 റെഗുലർ സപ്ലിമെൻ്ററി എക്സാംസിന് ചോദിച്ച ഒരു പ്രോബ്ലം ആണ്. ഒരു 8 മാർക്സ് to 10 മാർക്സ് ആണ് ഈ ഒരു പ്രോബ്ലം നോർമലി എക്സ്പെക്ട് ചെയ്യാവുന്ന വെയിറ്റേജ്. ഇതിനകത്ത് ഒബ്റ്റെയിൻ ദ മിനിമൽ സം ഓഫ് എക്സ്പ്രഷൻ ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. അതിൽ സിഗ്മ എം ആണ് തന്നിരിക്കുന്നത്. സിഗ്മ എം മീൻസ് സം ഓഫ് പ്രോഡക്റ്റ് എക്സ്പ്രഷൻ ആണ് സിഗ്മ എം കൊണ്ട് മീൻ ചെയ്യുന്നത്. ഓക്കെ, ഈ സമ്മേഷൻ മീൻസ് സം ഓഫ് പ്രോഡക്റ്റ് ആയിരിക്കും. അതുപോലെ പൈ തരുവാണെങ്കിൽ അതിനെ പ്രോഡക്റ്റ് ഓഫ് സമ്സ് എന്ന് പറയും. ഓക്കെ, ഇതുവരെ ചോദിച്ചിട്ടുള്ള നോർമലി ചോദിച്ചിരിക്കുന്ന സം ഓഫ് പ്രോഡക്റ്റ് ആണ്. അപ്പോൾ ഇന്നത്തെ സെഷനിൽ നമ്മൾ സം ഓഫ് പ്രോഡക്റ്റ് ആയിരിക്കും എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. പ്രോഡക്റ്റ് ഓഫ് സംസ് വരുന്നത് പാർട്ട് 2 നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടുവാണെങ്കിൽ ഫസ്റ്റ് നോക്കേണ്ടതെന്ന് വെച്ചാൽ എത്ര വേരിയബിൾസ് ഉണ്ടെന്ന് നോക്കുക. ഓക്കെ, ഇവിടെ വേരിയബിൾസ് വന്നിട്ടുണ്ട്. ABCD 4 വേരിയബിൾസ് ആണ്. അപ്പോൾ മാക്സിമം വരുന്നത് വെച്ചാൽ 0 to 15 സ്റ്റേറ്റ്സ് ആയിരിക്കും അതിനകത്ത് വരുന്നത്. നിങ്ങൾ ആ 4 വേരിയബിൾ കെ മാപ്പ് ഫസ്റ്റ് അങ്ങ് വരയ്ക്കുക. ഇവിടെ 4 വേരിയബിൾസ് ആണ്. അതിനകത്ത് മാക്സിമം എൻട്രീസ് വരുന്നത് 15 വരെയാണ്. ഓക്കെ, ഇപ്പോൾ 4 വേരിയബിൾ കെ മാപ്പ് വരയ്ക്കുക. ഈ ഇവിടെ 4 വേരിയബിൾസ് ഉണ്ടായിട്ടാണ് 4 വേരിയബിൾ കെ മാപ്പ് എന്ന് പറയുന്നത്. ABCD. അതിൽ ഏറ്റവും എളുപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് അങ്ങ് എഴുതി പോകുന്നത്. പല രീതിയിൽ നമുക്കിത് എഴുതാം. ഓൺ ABCD എന്നങ്ങ് എഴുതാം. ABCD. അപ്പോൾ ഇതിൽ നമ്മൾ എഴുതേണ്ട നൊട്ടേഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ 0 0 0 1 1 0 1 1. അതേപോലെ ഇവിടെയും 0 0 0 1 1 0 1 1 എഴുതുക. അതിൽ നമ്മൾ 0 കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത് ഇപ്പം A ആണെങ്കിൽ 0 എന്ന് വെച്ചാൽ അത് A ബാർ എന്നായിരിക്കും ഡിനോട്ട് ചെയ്യുന്നത്. 1 വെച്ച് കഴിഞ്ഞാൽ A എന്നായിരിക്കും. അങ്ങനെ ആയിരിക്കും നൊട്ടേഷൻ പോകുന്നത്. ഓക്കെ, ഇപ്പോൾ 0 0 0 1, പിന്നെ ഇവിടെ 1 0 1 1. സിമിലർലി ഇവിടെ 0 0 0 1 1 0 1 1 എഴുതണം. അപ്പോൾ ഇതിനകത്ത് ഫുൾ നമുക്ക് ഈ 0 0 0 0 0 0 0 1 2 3 അപ് ടു 15 വരെയാണ് ഇതിനകത്ത് ഈ കോളംസിനകത്ത് എൻട്രി വരുന്നത്. അപ്പോൾ അത് ഈ അല്ലെങ്കിൽ ഗ്രേ കോഡ് പഠിച്ചിട്ടുണ്ട് അല്ലേ? ഗ്രേ കോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സക്സസീവ് 2 തമ്മിൽ സിംഗിൾ ബിറ്റ് ചേഞ്ച് വരത്തുള്ളൂ അല്ലേ? ഇതാണ് ഗ്രേ കോഡ്. അപ്പോൾ അതുപോലെയാണ് ഇതിനകത്ത് സെൽസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 0 0 0 0 ആണ്. അപ്പോൾ അതിൻ്റെ വാല്യൂ എന്തായിരിക്കും? 0 0 0 0 എന്ന് വെച്ചാൽ അതിൻ്റെ വാല്യൂ 0 ആയിരിക്കും. അടുത്ത 0 0 0 1 എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ആയിരിക്കും അല്ലേ? അടുത്ത 0 0 1 0 എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ആയിരിക്കും.
ഇത് 0011 എന്ന് വെച്ചാൽ 3 ആയി. അങ്ങനെ ആയിരിക്കും സെല്ല് പോകുന്നത്. ഓക്കെ, സെല്ലിന്റെ വാല്യൂ 0, 1, 2, 3. അതുപോലെ ഇതെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ എടുക്കേണ്ടത് 01, ഈ 01ഉം 00. ഓക്കെ, അപ്പോൾ അതിന്റെ വാല്യൂ എന്തൊരു 4 വരും. അപ്പോൾ ഇതാണ് 4 ആണ് സെല്ലിന്റെ വാല്യൂ എന്ന് പറയുന്നത്. ഇവിടെ വരുമ്പോഴത്തേക്കോ ഈ 01ഉം 01ഉം വരും. അപ്പോൾ അതിന്റെ വാല്യൂ എന്ന് വെച്ചാൽ നമ്മൾ 8421 എന്ന് പറയുമ്പോഴത്തേക്ക് 0101 എന്ന് പറയുമ്പോഴത്തേക്ക് 5 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ സെല്ലിന്റെ വാല്യൂ 5 ആയിരിക്കും. പിന്നെ ഇവിടെ വരുന്നത് ഇതേപോലെയാണ് 01, 2, 3, 4, 5, 6, 7 വരും. ഓക്കെ, പിന്നെ വരുന്നത് ഈ സെല്ലാണ് 8, 9, 10, 11, 12, 13, 14, 15. ഇങ്ങനെയാണ് സെൽസിന്റെ വാല്യൂ വരുന്നത്. നോക്കിയാൽ മതി. ഇപ്പം ഇതെന്ന് വെച്ചാൽ 10 വരാനുള്ള കാര്യം എന്താ? ഇവിടെ 1010 ആണ് അല്ലേ? ഇത് 10, ഇവിടുത്തെ 10 എന്ന് പറയുമ്പോഴത്തേക്ക് 10 വരും. ഈ 15 വരാനുള്ള റീസൺ എന്താ? 1111 എന്ന് വെച്ചാൽ 15 ആണ്. അങ്ങനെയാണ് ഈ സെൽസ് വരുന്നത്. ഈ രണ്ട് അടുത്തടുത്തുള്ള സെൽസ് തമ്മിൽ സിംഗിൾ ബിറ്റ് ചേഞ്ച് വരുന്നത്. അതായത് ഗ്രേ കോഡ് രീതിയിലാണ് ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പം ആദ്യമേ 4 വേരിയബിൾ കെ മാപ്പ് ആണെങ്കിൽ ഇതുപോലത്തുള്ള കെ മാപ്പ് എക്സ്പ്രഷൻ വരയ്ക്കുക. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ വരയ്ക്കുക. ഇനി നെക്സ്റ്റ് ഇവിടെ സിഗ്മ എം ആണ് ഇരിക്കുന്നത്. സിഗ്മ എം എന്ന് വെച്ചാൽ ഓൾറെഡി പറഞ്ഞത് സം ഓഫ് പ്രൊഡക്റ്റ് ആണ്. സം ഓഫ് പ്രൊഡക്റ്റ് വരുമ്പം സിഗ്മ എം എന്ന് വെച്ച് കഴിഞ്ഞാൽ സം ഓഫ് പ്രൊഡക്റ്റ് ആണ്. അപ്പോൾ ഈ തന്നിരിക്കുന്ന വാല്യൂസ് ഇതെല്ലാം ഈ സെൽസ് വാല്യൂസ് ആണ് തന്നിരിക്കുന്നത്. 0, 1, 2, 4, 6 എന്ന് പറഞ്ഞ ഈ സെൽ വാല്യൂസ് ആണ്. നമ്മൾ അകത്ത് എഴുതിയിരിക്കുന്ന സെൽ വാല്യൂസ് ആണ്. സിഗ്മ വരുവാണെങ്കിൽ ആ എൻട്രീസ് എല്ലാം നമ്മൾ 1 ആയിട്ട് എൻ്റർ ചെയ്യും. ഓക്കെ, ഇപ്പോൾ 0 സെല്ല് അവിടെ നമ്മൾ 1 ആയിട്ട് എൻ്റർ ചെയ്യും. അടുത്ത 1, ദിസ് ഈസ് 1, അവിടെ 1 ആയിട്ട് എൻ്റർ ചെയ്യും. 2, ദിസ് ഈസ് 2, 1 ആയിട്ട് എൻ്റർ ചെയ്യും. അടുത്ത 4, 1 ആയിട്ട് എൻ്റർ ചെയ്യും. 5, 1 ആയിട്ട് എൻ്റർ ചെയ്യും. 6, ഇതാണ് 6, 1 ആയിട്ട് എൻ്റർ ചെയ്യും. ഓക്കെ, ഈ സിഗ്മ വാല്യൂസ് എല്ലാം നമ്മൾ 1 ആയിട്ട് എൻ്റർ ചെയ്തു. ഇനി ഈ ഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോൺ കെയർ ആണ്. ഡോൺ കെയർ എന്ന് വെച്ചാൽ നമുക്ക് അതുപോലെ 0 ആവും 1 ആവാം. ഓക്കെ, അത് നമ്മൾ എക്സ് എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഇവിടെ 0 ആവാം അല്ലെങ്കിൽ 1 ആവാം. അതാണ് ഡോൺ കെയർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ തന്നിരിക്കുന്ന ഡോൺ കെയർസ് ഈ സെൽ വാല്യൂസ് ഉണ്ടല്ലോ അവിടെ നമ്മൾ ക്രോസ് കൊണ്ട് റെപ്രസെന്റ് ചെയ്യും. ഇപ്പൊ 3 എന്ന് വെച്ചാൽ ഇതാണ് സെല്ല്, അവിടെ ക്രോസ് കൊണ്ട് റെപ്രസെന്റ് ചെയ്യും. അടുത്ത 7 ക്രോസ് കൊണ്ട് റെപ്രസെന്റ് ചെയ്യും, ഡോൺ കെയർ ആയതുകൊണ്ട്. അടുത്ത 14 ക്രോസ് കൊണ്ട് റെപ്രസെന്റ് ചെയ്യും. 15 ക്രോസ് കൊണ്ട് റെപ്രസെന്റ് ചെയ്യും. അപ്പം നമ്മൾ എല്ലാ എൻട്രീസും നമ്മൾ എൻട്രി ചെയ്തു. ഇനി നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ ഗ്രൂപ്പ് ചെയ്യണം. ഗ്രൂപ്പ് ചെയ്യുമ്പം മാക്സിമം പോസിബിലിറ്റീസ് ആണ് നമ്മൾ ഗ്രൂപ്പ് ചെയ്യേണ്ടത്. ഇനി ബാക്കി നമ്മൾ എൻട്രി ചെയ്യാത്ത സെൽസ് എല്ലാം 0 കൊണ്ട് റീപ്ലേസ് ചെയ്യാം. ഓക്കെ, ഇനിയിപ്പോൾ എൻട്രി ചെയ്യാത്ത സെൽസ് ഉണ്ടല്ലോ അതിന്റെ വാല്യൂ, അപ്പോൾ ഇത് 0 കൊടുക്കാം. ദിസ് ഈസ് 0, ദിസ് ഈസ് 0, ദിസ് ഈസ് 0, ദിസ് ഈസ് 0, ദിസ് ഈസ് 0. ഓക്കെ, ഇനി ഈ സം ഓഫ് പ്രോഡക്റ്റിൽ സിഗ്മ എം ആണെങ്കിൽ നമ്മൾ ഗ്രൂപ്പ് ചെയ്യേണ്ടത് 1 ആണ് ഗ്രൂപ്പ് ചെയ്യേണ്ടത്. ഓക്കെ, സിഗ്മ എം ആണെങ്കിൽ നമ്മൾ എൻട്രി ചെയ്യേണ്ടത് 1 ആണ്, ഗ്രൂപ്പ് ചെയ്യേണ്ടത് 1 ആണ്. അതിൽ മാക്സിമം പോസിബിലിറ്റീസിൽ നമ്മൾ ഗ്രൂപ്പ് ചെയ്യണം. ആ വൺസ് എല്ലാം കൂടെ കമ്പൈൻ ചെയ്യാൻ പറ്റുന്ന മാക്സിമം പോസിബിലിറ്റിയിൽ ഗ്രൂപ്പ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതിനകത്ത് 2 ആയിട്ട് ഗ്രൂപ്പ് ചെയ്യാം, 4 ആയിട്ട് ഗ്രൂപ്പ് ചെയ്യാം, 8 ആയിട്ട് ഗ്രൂപ്പ് ചെയ്യാം, അങ്ങനെ പല പോസിബിലിറ്റീസ് ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് ഇത്രയാണ് വൺസ് വരുന്നത്. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഇങ്ങനെ ഗ്രൂപ്പ് ചെയ്യാൻ പറ്റും. ഈ രണ്ടെണ്ണത്തിന് ഇങ്ങനെ ഗ്രൂപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് എല്ലാ വൺസും അതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ എല്ലാ വൺസും ഇൻക്ലൂഡ് ചെയ്യാവുന്ന മാക്സിമം രീതിയിലായിരിക്കണം നമ്മൾ അത് ഗ്രൂപ്പ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഗ്രൂപ്പ് ചെയ്യുന്നത് ഇങ്ങനെ ഗ്രൂപ്പ് ചെയ്യുക. ഇപ്പോഴത്തേക്ക് എല്ലാ വൺസും വന്ന് 8 ആയിട്ട് ഗ്രൂപ്പ് ചെയ്യാം. 8 ആയിട്ട് ഗ്രൂപ്പ് ചെയ്യാന്ന് പറഞ്ഞില്ലേ, 8, 8, 4, 2 അങ്ങനെയാണ് ഗ്രൂപ്പ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ 8 ആയിട്ട് ഗ്രൂപ്പ് ചെയ്യാം. അപ്പോൾ അതിനകത്ത് എല്ലാ വൺസും ഇൻക്ലൂഡ് ആയി, വേറെ വൺസ് ഒന്നുമില്ല. നമ്മൾ ഗ്രൂപ്പിംഗ് കംപ്ലീറ്റ് ആയി. ഇത്രയാണ് നമ്മൾ ഗ്രൂപ്പ് ചെയ്തത്. ഇനി നോക്കണം ഈ സൈഡിലും കോമൺ ആയിട്ട് വരുന്നത് നോക്കണം. ഓക്കെ, ഇതിന്റെ കേസിൽ നമുക്ക് എക്സ്പ്രഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എഫ് ഓഫ് എ ബി സി ഡി തന്നെ എഴുതാം. എഫ് ഓഫ് എ ബി സി ഡി ഈക്വൽ ടു ഈ സൈഡിൽ കോമൺ ആയിട്ട് വരുന്നത് ഏതാണ്? 0 ആണ് വരുന്നത് അല്ലേ? അപ്പൊ ഇത് രണ്ടും കൂടെ നോക്കുമ്പോൾ ഈ രണ്ട് സെല്ലും കൂടെ നോക്കുമ്പോഴത്തേക്ക് കോമൺ ആയിട്ട് വരുന്നത് 0 ആണ്. അപ്പൊ ഇവിടെ എയും ബിയും ആണ് നമ്മളുടെ വേരിയബിൾസ്. ഓക്കെ, എയും ബി ആണ് വേരിയബിൾസ്. ഈ 0നെ നമ്മൾ കോംപ്ലിമെന്റ് ആയിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ ഈ 0 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് വേരിയബിൾ എന്ന് വെച്ചാൽ എയിനായിരിക്കും റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ 0 ആണ്. 0 മീൻസ് എന്താണ്? കോംപ്ലിമെന്റ് ആയിരിക്കും. അപ്പൊ ഇവിടുന്ന് കിട്ടുന്നത് നമുക്ക് എ കോംപ്ലിമെന്റ് ആയിരിക്കും ഈ ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത്. പ്ലസ് ഇനി ഇവിടെ നോക്കുക, ഇവിടെ കോമൺ ആയിട്ട് വല്ലതും ഉണ്ടെന്ന് നോക്കുക. ഇതിപ്പോ 0, 0, 0, 1, 1, 0, 1 എല്ലാം ഡിഫറെന്റ് ആണ്. അപ്പൊ എന്ത് മാത്രമേ ഉള്ളൂ? എ കോംപ്ലിമെന്റ് മാത്രമേ ഉള്ളൂ. പിന്നെ ആൻസർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എ കോംപ്ലിമെന്റ് ആയിരിക്കും ഇതിന്റെ ആൻസർ. ഇങ്ങനെ 8 ഗ്രൂപ്പ് ചെയ്തു.
ഈ പൊസിഷനിൽ നോക്കുക, ഈ പൊസിഷനിൽ ബിറ്റ് സെയിം ആയിട്ടുള്ളത് 0 ആണ്. അതിൽ ഫസ്റ്റ് ആയതുകൊണ്ട് അത് എയ്ക്ക് കറസ്പോണ്ടിങ് ആയിരിക്കും. 0 ആണെങ്കിൽ കോംപ്ലിമെന്റ് ആയിരിക്കും. ഓക്കെ, അപ്പം അങ്ങനെയാണ് എൻ്റെ ആൻസർ എ കോംപ്ലിമെന്റ് കിട്ടുന്നത്. ഇപ്പുറത്തെ വശത്താണെങ്കിൽ കോമൺ ആയിട്ടൊന്നുമില്ല. സോ ഇറ്റ്സ് ആൻസർ ഈസ് എ കോംപ്ലിമെന്റ്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ കുറച്ചും കൂടെ ചെയ്ത് വരുമ്പോഴത്തേക്ക് ഒരു 5 ക്വസ്റ്റ്യൻ ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഏകദേശം എല്ലാം ക്ലിയർ ആവും കേട്ടോ. അപ്പം ഇതും 15 വരെ ഉണ്ട്. അപ്പം എന്താണ്, ഇറ്റ് ഈസ് എ 4 വേരിയബിൾ കെ മാപ്പ്. അപ്പം നമ്മൾ 4 വേരിയബിൾ കെ മാപ്പ് വരയ്ക്കണം. ഇപ്പം ഇവിടെ വേരിയബിൾസ് ഒന്നും തന്നിട്ടില്ല. അപ്പം നമുക്ക് ഇഷ്ടമുള്ള വേരിയബിൾസ് ചൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ എ ബി സി ഡി ചൂസ് ചെയ്തു. ഓക്കെ, എന്നിട്ട് ഇവിടെ നമ്മൾ എന്ത് എഴുതും? ദിസ് ഈസ് 0 0 0 1 1 0 1 1. ഇവിടെ അതുപോലെ തന്നെ 0 0 0 1 1 0 1 1 എഴുതും. ഇനി ഇതിൻ്റെ സെൽ വാല്യൂസ് എഴുതണം. എന്ന് വെച്ചാൽ 0 ആയിരിക്കും. ദിസ് ഈസ് 1 2 3. നോക്കിയാൽ മതി. ഇതെന്ന് വെച്ചാൽ 4 ആണ്. 4 5 6 7 പിന്നെ 8 9 10 11 12 13 14 15. ഓക്കെ, ഇപ്പോൾ 6 വന്നു. 6 എന്ന് വെച്ചാൽ 0 1 1 0 എന്ന് വെച്ചാൽ 6 ആണ്. ഇനി 12 ഇതെന്ന് വെച്ചാൽ 1 1 0 0 എന്ന് വെച്ചാൽ 12 ആണ്. ഓക്കെ, അങ്ങനെ സെൽ വാല്യൂസ് എഴുതുക. ഇനി ഇവിടെ സിഗ്മയാണ് വന്നിരിക്കുന്നത്. സിഗ്മ എന്ന് വെച്ചാൽ സം ഓഫ് പ്രോഡക്റ്റ് ആണ്. അപ്പോൾ അതിൻ്റെ കേസിൽ ഈ സെൽ വാല്യൂസിൽ നമ്മൾ 1 ആണ് എൻ്റർ ചെയ്യേണ്ടത്. ഓക്കെ, ആ വാല്യൂസ് 1 ആണ്. ഇത് KTU 2019 സപ്ലിമെൻ്ററിക്ക് ചോദിച്ച 10 മാർക്സിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതിൽ ഇവിടെ സം ഓഫ് പ്രോഡക്റ്റ് ആണിരിക്കുന്നത്. അപ്പോൾ ഈ സെൽ വാല്യൂസിൽ നമ്മൾ 1 എൻ്റർ ചെയ്യണം. ഇപ്പോൾ 2 ഇതെന്താ സെൽ വാല്യൂസ്, നമ്മൾ ഈ അകത്തിരിക്കുന്ന വാല്യൂസ് ആണ് തന്നിരിക്കുന്നത്. ഇപ്പോൾ 2ൽ സിഗ്മ ആയതുകൊണ്ട് 1 എൻ്റർ ചെയ്യുക, 3ൽ 1 എൻ്റർ ചെയ്യുക, 5ൽ 1 എൻ്റർ ചെയ്യുക, 7ൽ 1 എൻ്റർ ചെയ്യുക, 9ൽ 1 എൻ്റർ ചെയ്യുക, 11ൽ 1 എൻ്റർ ചെയ്യുക, 12ൽ 1 എൻ്റർ ചെയ്യുക, 13ൽ 1 എൻ്റർ ചെയ്യുക, 14ൽ 1 എൻ്റർ ചെയ്യുക, 15ൽ 1 എൻ്റർ ചെയ്യുക. അപ്പോൾ ഇതിനകത്ത് ഡോൺ കെയേഴ്സ് ഇല്ല. അപ്പം നമ്മൾ ബാക്കി എലമെന്റ്സ് എല്ലാം നമ്മൾ 0 ആയിട്ട് റെപ്രസെന്റ് ചെയ്യും. റിമൈനിങ് സെൽസിൽ എൻ്റർ ചെയ്യാത്തത് 0 ആയിട്ട് റെപ്രസെന്റ് ചെയ്യും. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വൺസ് ആണ് ഗ്രൂപ്പ് ചെയ്യേണ്ടത്. ഇവിടെ സം ഓഫ് പ്രൊഡക്റ്റ് ആയതുകൊണ്ട് വൺസ് ആണ് ഗ്രൂപ്പ് ചെയ്യേണ്ടത്. വൺസ് ഗ്രൂപ്പ് ചെയ്യുമ്പോൾ മാക്സിമം ഗ്രൂപ്പ് ചെയ്യാവുന്ന വൺസ് എടുത്തുകൊണ്ട് നമ്മൾ ഗ്രൂപ്പ് ചെയ്യേണ്ടത്. മാക്സിമം ആദ്യമേ മാക്സിമം നോക്കുക. അതായത് 8 4 2 ഇങ്ങനെയാണ്, പിന്നെ 1 ഇങ്ങനെയാണ് ഗ്രൂപ്പിംഗ് വരുന്നത്. അപ്പോൾ വൺസ് മാക്സിമം ഗ്രൂപ്പ് ചെയ്യാവുന്നത് ഇവിടെ 8 ഒന്നും വരുന്നില്ല. ഇവിടെ 1 ഉണ്ടായിരുന്നെങ്കിൽ അത് 8 ആയിട്ട് എടുക്കായിരുന്നു. 8 വരുന്നില്ല. പിന്നെ നോക്കുക 4 ആണുള്ളത്. നമുക്ക് 4 ഗ്രൂപ്പ് ചെയ്യാം. ഇത് 4 ആണ്. ഓക്കെ, ഇത് 4 ആണ്. അപ്പം ഇതിൻ്റെ ആൻസർ നമ്മളിപ്പം F is equal to, ഇപ്പം ഇതിൻ്റെ കേസിൽ ഗ്രൂപ്പ് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ എല്ലാം ഡിഫറൻ്റ് ആണ് അല്ലേ? 0 0 0 1 1 1 1 0 ഡിഫറൻ്റ് ആണ്. പക്ഷെ ഇവിടെ എന്തുണ്ട്? കോമൺ ഉണ്ട്. കോമൺ എന്ന് വെച്ചാൽ 1 1 ആണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു 1 എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഫംഗ്ഷൻ തന്നെ ആയിരിക്കും. 0 വരുമ്പോൾ കോംപ്ലിമെൻ്റ് ആയിരിക്കും. അപ്പോൾ ഇവിടെ A B C D ആണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഈ വേരിയബിൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ CD ക്ക് കറസ്പോണ്ടിങ് ആണ്. ഈ സൈഡിൽ വരുന്ന വേരിയബിൾസ് CD ക്ക് കറസ്പോണ്ടിങ് ആണ്. ഈ സൈഡിൽ വരുന്നത് AB ക്ക് കറസ്പോണ്ടിങ് ആണ്. അപ്പോൾ ഇവിടെ ഈ 1 1 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും? CD ആയിരിക്കും. കാരണം 0 0 ആയിരുന്നെങ്കിൽ C കോംപ്ലിമെന്റ് D കോംപ്ലിമെന്റ് ആയിരുന്നു. അപ്പോൾ 1 1 എന്ന് വെച്ച് കഴിഞ്ഞാൽ CD ആയിരിക്കും. സോ ദിസ് കറസ്പോണ്ട്സ് ടു CD ആണ്. ഓക്കെ, നമുക്കിപ്പോൾ CD എന്ന് എഴുതാം. ഇനി ഓരോന്നും ഗ്രൂപ്പ് ചെയ്യുന്ന സമ്മായിട്ടാണ് എഴുതുന്നത് പ്ലസ്. ഇനി അടുത്ത മാക്സിമം 4 വരുന്നത് നോക്കുക. വരുന്നത് ഇത് 4 ആണ് ഇല്ലേ? നമുക്ക് 6 ആയിട്ട് ഗ്രൂപ്പ് ചെയ്യാൻ പറ്റത്തില്ല. 8 4 2 1 ആയിട്ട് ഗ്രൂപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി നമുക്ക് ഇത് ഗ്രൂപ്പ് ചെയ്യാം. ഇത് ഗ്രൂപ്പ് ചെയ്യാം. ഓക്കെ, ഇതിനെ ഗ്രൂപ്പ് ചെയ്യാം. അപ്പോൾ അത് എങ്ങനെ വരും? ഇവിടെ നോക്കുക, ഈ സൈഡിൽ നോക്കുക. ഈ സൈഡിൽ കോമൺ ആയിട്ട് വരുന്നത് 1 ആണ്. 1 കറസ്പോണ്ട്സ് ടു B ആയിരിക്കും. ഓക്കെ, ഈ രണ്ട് വേരിയബിൾ. ഇപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം A കോംപ്ലിമെന്റ് B കോംപ്ലിമെന്റ്, ഇത് A കോംപ്ലിമെന്റ് B, ഇത് AB, ദിസ് ഈസ് AB കോംപ്ലിമെന്റ്, ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ കോമൺ ആയിട്ട് വരുന്നത് എന്താണ്? B ആണ്. 1 ആണ് വരുന്നത്. 1 കറസ്പോണ്ട്സ് ടു B ആണ്. അപ്പോൾ നമ്മളിവിടെ എന്ത് എഴുതും? B എഴുതും. ഇനി ഈ സൈഡിൽ നോക്കുക. ഈ സൈഡിൽ ഇതുപോലെ ഇത് C കോംപ്ലിമെന്റ് D കോംപ്ലിമെന്റ്, ഇത് C കോംപ്ലിമെന്റ് D, ഇത് CD, ഇത് CD കോംപ്ലിമെന്റ്, ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇവിടെ രണ്ടും കോമൺ ആയിട്ട് വരുന്നത് ഏതാണ്? ഇതിൻ്റെ കേസിൽ D ആണ് കോമൺ ആയിട്ട് വരുന്നത് അല്ലേ? C കോംപ്ലിമെന്റ് C ഡിഫറൻ്റ് ആണ്, D ആണ് കോമൺ ആയിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് ആ D എടുക്കാം. ഓക്കെ, അങ്ങനെയാണ് ഇതിനകത്ത് ഗ്രൂപ്പിംഗ് ചെയ്യുന്നത്. ഇവിടെ എങ്ങനെ വന്നത്? ഇതിനകത്ത് നോക്കാൻ നേരത്ത് 1 ആണ് വരുന്നത്. 1 കറസ്പോണ്ട്സ് ടു B ആണ്. ഓക്കെ, B ആണ്. ഇവിടെ ആണെങ്കിൽ
ഇവിടുത്തെ 1 കറസ്പോണ്ട്സ് ടു ഡി ആണ്. നമുക്ക് ബി ഡി എന്ന് കിട്ടി. ഇനിയിപ്പോൾ തന്നെ ഇത് ഈ 4 ഗ്രൂപ്പ് ചെയ്തൂടെ, ഇത് 4 ഗ്രൂപ്പ് ചെയ്തൂടെ, എല്ലാം കവർ ചെയ്യണം, എല്ലാ ഇതിനെയും കവർ ചെയ്യണം. വേണ്ട, ഇത് ഗ്രൂപ്പ് ചെയ്യുക, ഈ 4നെ ഗ്രൂപ്പ് ചെയ്യുക. അത് ഗ്രൂപ്പ് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ കോമൺ ആയിട്ടുള്ളത് 1 1 ആണ്. 1 1 മീൻസ് എന്തായിരിക്കും? എ ബി ആയിരിക്കും അല്ലേ? എ ബി ആയിരിക്കും, പ്ലസ് എ ബി ആയിരിക്കും. ഇനി ഇവിടെ ഇത്രയാണ് എടുക്കുന്നത്, ഇത്രയാണ് ഗ്രൂപ്പ് ചെയ്തത്. അപ്പോൾ ഇവിടെ കോമൺ എ ബി ഉണ്ട്, ഇവിടെ കോമൺ ഉണ്ടോ? ഇല്ല, എല്ലാം ഡിഫറൻ്റ് ആണ്. അപ്പോൾ അവിടെ ഇനി എൻട്രി ചെയ്യാനില്ല. ഇനി ബാക്കിയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു 1ഉം ഈ ഒരു 1ഉം ഉള്ളൂ. ഓക്കെ, അപ്പോൾ അതിനെയും കൂടെ ഗ്രൂപ്പ് ചെയ്യണം. അതിനെ ഗ്രൂപ്പ് ചെയ്യാൻ വേണ്ടി ഈ 1ഉം ഈ 1ഉം കൂടെ നമുക്ക് ഗ്രൂപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ കേസിലൂടെ കോമൺ ആയിട്ട് വരുന്നത് എന്താണ്? എ ബി ബാർ ആണ്. സോ എ ബി ബാർ. ഇവിടെ നോക്കുമ്പോഴോ, ഇവിടെ ആണെങ്കിൽ ഡി കോമൺ ആണ്, 1 കോമൺ ആണ്, 1 കറസ്പോണ്ട്സ് ടു ഡി ആണ്. അപ്പോൾ അവിടെ ഇൻറ്റു ഡി എന്ന് എഴുതുക. ഓക്കെ, ഇവിടുത്തെ എ ബി ബാർ ഇവിടെ 1 ആണ്, ഡി എന്ന് എഴുതുക. ഇനി ഏതുണ്ട് ഗ്രൂപ്പ് ചെയ്യാത്ത? ഈ 1 ഉണ്ട്. അപ്പോൾ ആ 1നെ നമുക്ക് ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്യാം. ഓക്കെ, അത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്യുമ്പോഴത്തേക്ക് പ്ലസ് ഈ സൈഡിൽ കോമൺ ആയിട്ടുള്ളത് 0 0 0 0 എന്ന് വെച്ച് കഴിഞ്ഞാൽ എ കോംപ്ലിമെന്റ് ബി കോംപ്ലിമെന്റ് ആണ്, എ കോംപ്ലിമെന്റ് ബി കോംപ്ലിമെന്റ്. ഇനി ഈ സൈഡിൽ കോമൺ ആയിട്ടുള്ളത് എന്താണ്? ഇവിടെ കോമൺ ആയിട്ടുള്ളത് സി ആണ് അല്ലേ? സി ആണ്. ഇത് രണ്ടും കൂടെ നോക്കുമ്പോഴത്തേക്ക് സി ആണ്. അപ്പോൾ ഇൻറ്റു സി വരും. ഓക്കെ, ഇപ്പം എല്ലാ ഗ്രൂപ്പായില്ലയോ? ഇതാണ് അതിൻ്റെ എക്സ്പ്രഷൻ വരുന്നത്. സി ഡി പ്ലസ് ബി ഡി പ്ലസ് എ ബി പ്ലസ് എ ബി ബാർ ഡി പ്ലസ് എ ബാർ ബി ബാർ സി. ഓക്കെ, ഇങ്ങനെയാണ് അതിൻ്റെ സിംപ്ലിഫൈഡ് എക്സ്പ്രഷൻ വരുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ 8ൻ്റെ ഉണ്ടോ എന്ന് നോക്കുക, പിന്നെ 4 2 1 1 എല്ലാം ഗ്രൂപ്പ് ചെയ്യുക. ഗ്രൂപ്പ് ചെയ്തിട്ട് ഏതെങ്കിലും അൺഗ്രൂപ്പായിട്ട് ഇരിക്കണമെങ്കിൽ അതുകൊണ്ട് ഗ്രൂപ്പ് ചെയ്തെടുക്കുക, 1 എല്ലാം കൂടെ ഗ്രൂപ്പ് ചെയ്തെടുക്കുക. ഓക്കെ, ദിസ് ഈസ് ദ ഫൈനൽ ആൻസർ. ഇനി നെക്സ്റ്റ് KTU ഡിസംബർ 2018 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അത് കെ മാപ്പ് സിംപ്ലിഫിക്കേഷൻ ആണ്. ഡോൺ കെയറും തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കെ മാപ്പ് നമുക്ക് വരയ്ക്കാം. ഇതും 8 മാർക്സിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. വേരിയബിൾസ് തന്നിട്ടില്ല. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള എ ബി സി ഡി എടുക്കാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ കേസിൽ വരുന്നത് 0 0 0 1 1 0 1 1. ഹിയർ ആൾസോ 0 0 0 1 1 0 1 1. അത് നമ്മൾ ആൽഫബറ്റ് വെച്ച് എഴുതുകയാണെങ്കിൽ വരും ദിസ് ഈസ് എ ബാർ ബി ബാർ, ദിസ് ഈസ് എ ബാർ ബി, ദിസ് ഈസ് എ ബി, ദിസ് ഈസ് എ ബി ബാർ. സിമിലർലി ഇത് സി ഡി ആണ്, ഇവിടെ സി ഡി ആണ്. അപ്പോൾ ഇത് 0 0 എന്ന് വെച്ചാൽ സി ബാർ ഡി ബാർ, ദിസ് ഈസ് സി ബാർ ഡി, ദിസ് ഈസ് സി ഡി, ദിസ് ഈസ് സി ഡി ബാർ. ഓക്കെ, നമ്മൾ സെൽസ് എഴുതുമ്പോഴത്തേക്ക് 0 1 2 3 4 5 6 7 8 9 10 11 12 13 14 15. ഇവിടെ സം ഓഫ് പ്രോഡക്റ്റ് തന്നിരിക്കുന്നത്. അപ്പോൾ തന്നിരിക്കുന്ന എൻട്രീസ് നമ്മൾ എന്ത് വെച്ച് എൻ്റർ ചെയ്യണം? നമ്മൾ ആ തന്നിരിക്കുന്ന സെൽസ് 1 വെച്ച് എൻ്റർ ചെയ്യണം. 1 വെച്ച് എൻ്റർ ചെയ്യാണ്. അപ്പോൾ 0ൽ 1 എൻ്റർ ചെയ്തു, 3ൽ 1 എൻ്റർ ചെയ്തു, 5ൽ 1 എൻ്റർ ചെയ്തു, 8ൽ 1 എൻ്റർ ചെയ്തു, 9ൽ 1 എൻ്റർ ചെയ്തു, 11ൽ 1 എൻ്റർ ചെയ്തു, 15ൽ 1 എൻ്റർ ചെയ്തു. ഇനി ഡോൺ കെയേഴ്സ് ഉണ്ട്. ഡോൺ കെയേഴ്സ് നമ്മൾ എക്സ് വെച്ച് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. 2ൽ ഡോൺ കെയേഴ്സ് ആണ്, എക്സ് വെച്ച് റെപ്രസെൻറ്റ് ചെയ്ത്. 3ൽ ഓൾറെഡി 1 ഉണ്ട്, അപ്പോൾ പിന്നെ അത് എൻ്റർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ബാക്കി റിമൈനിങ് സെൽസ് നമ്മൾ എന്തുകൊണ്ട് റീപ്ലേസ് ചെയ്യും? നമ്മൾ 0 വെച്ച് റീപ്ലേസ് ചെയ്യും. അൺഒക്യുപ്പൈഡ് ആയിട്ടുള്ള എല്ലാം 0 ഇടും. 0 ഇട്ട് ഇതിപ്പോൾ SOP ആണ്, സം ഓഫ് പ്രോഡക്റ്റ് ആണ്. സോ നമുക്ക് വൺസ് ആണ് ഗ്രൂപ്പ് ചെയ്യേണ്ടത്. ഇതിൻ്റെ കേസിൽ വൺസ് ആണ് ഗ്രൂപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യമേ മാക്സിമം ഗ്രൂപ്പിംഗ് നോക്കുക. അപ്പോൾ ഈ വൺസിൻ്റെ മാക്സിമം ഗ്രൂപ്പിംഗ് നോക്കുക. അപ്പോൾ ഇതിനകത്ത് 8 ഉണ്ടോ? 8 ഗ്രൂപ്പ് ചെയ്യാനില്ല. 4 ഗ്രൂപ്പ് ചെയ്യാനില്ല. പിന്നെ 2 ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഈ 2 ഞാൻ ഗ്രൂപ്പ് ചെയ്യുകയാണ്. ഇത് രണ്ടും ഗ്രൂപ്പ് ചെയ്യുകയാണ്. അപ്പോൾ അതിന് ഞാൻ F is equal to ഇവിടെ വരുമ്പോഴത്തേക്ക് കോമൺ ആയിട്ടുള്ളത് എന്താണ്? എ ബി ബാർ ആണ് അല്ലേ? എ ബി ബാർ ആണ് ഈ സൈഡിൽ നോക്കുമ്പോൾ. ഇനി ഈ സൈഡിൽ നോക്കുമ്പോഴത്തേക്ക് കോമൺ ആയിട്ട് വരുന്നത് സി ബാർ ആണ് അല്ലേ? ഇവിടെ 0 0 ആയി വരുന്നത് കോമൺ ആയിട്ട്. അപ്പോൾ സി ബാർ ആണ്, സി ബാർ ആയി. ഇനി അടുത്ത 2ൻ്റെ കോമ്പിനേഷൻസ് നോക്കുക. ഇത് രണ്ടും 2 ആണ്.
നമ്മൾ അത് ഗ്രൂപ്പ് ചെയ്യാണ്. അത് ഗ്രൂപ്പ് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ കോമൺ ആയിട്ട് വരുന്നത് എ ആണ്, പ്ലസ് എ അല്ലേ. ഇവിടെ 1 ആണ്, 1 കറസ്പോണ്ട്സ് ടു എ ആണ്. ഇനി അത് നോക്കുമ്പോഴോ അവിടെ സി ഡി ആണ് കോമൺ. എ സി ഡി ആയിരിക്കും വരുന്നത്. ഓക്കെ, ഈ സൈഡിൽ എ, ഈ സൈഡിൽ സി ഡി ആണ്. അപ്പോൾ എ സി ഡി ആണ്. ഇനി വൺസ് ഉള്ളത് നോക്കുക. വൺസ് ഉള്ളത് ഇവിടെ വൺസ് ഉണ്ട്. അതിൽ നമുക്ക് ഈ വണ്ണും കൂടെ ഗ്രൂപ്പ് ചെയ്യാം. ഇങ്ങനെയും ഗ്രൂപ്പ് ചെയ്യാൻ പറ്റും. ഈ വണ്ണും കൂടെ ഗ്രൂപ്പ് ചെയ്യാൻ പറ്റും. ഇവിടെ വരുമ്പോഴത്തേക്ക് ഇവിടെ കോമൺ, ഈ സൈഡിൽ കോമൺ ആയിട്ട് വരുന്നത് നമ്മൾ ഈ സൈഡിൽ നോക്കണം, മേപ്പോട്ട് നോക്കണം. ഈ സൈഡിൽ കോമൺ ആയിട്ട് വരുന്നത് ഇവിടെ ബി ബാർ ആണ് അല്ലേ. ഇതും കൂടെ അല്ലേ നമ്മൾ ഗ്രൂപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഈ സൈഡ് നോക്കുമ്പോഴത്തേക്ക് 0 0 ആണ്. അപ്പോൾ ബി ബാർ കോമൺ ആണ്, ബി ബാർ കോമൺ ആണ്. ഇനി ഈ സൈഡ് നോക്കുമ്പോഴത്തേക്കോ ഇവിടെ സി ബാർ ഡി ബാർ കോമൺ ആണ്, 0 0 ആണ്. ദാറ്റ്സ് കറസ്പോണ്ട്സ് ടു സി ബാർ ഡി ബാർ. ഇനി വൺസ് ഉള്ളത് നോക്കുക. ഇനി വൺസ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇത് ഗ്രൂപ്പ് ചെയ്യാം. അപ്പോൾ ഡോൺ കെയറും കൂടെ ചേർത്ത് ഗ്രൂപ്പ് ചെയ്യാം. ഓക്കെ, ഡോൺ കെയറും കൂടെ ചേർത്ത് ഗ്രൂപ്പ് ചെയ്യുമ്പോഴത്തേക്ക് ഈ സൈഡ് നോക്കുമ്പോഴത്തേക്ക് അവിടെ കോമൺ ആയിട്ട് വരുന്നത് എന്താണ്? എ ബാർ ബി ബാർ ആണ് അല്ലേ. ഈ സൈഡ് നോക്കുമ്പോഴത്തേക്ക് എ ബാർ ബി ബാർ ആണ്. ഇനി ഈ സൈഡിൽ നോക്കുമ്പോഴത്തേക്ക് കോമൺ ആയിട്ട് വരുന്നത് എന്താണ്? അവിടെ സി ആണ്. ഡി ബാർ ഡിഫറെൻ്റ് ആണ്, സി ആണ്. സോ സി എന്ന് എഴുതുക. ഇനി ഉള്ളതെന്ന് വെച്ചാൽ ഈ 1 ആയിട്ടേ ഉള്ളൂ. അതുമായിട്ട് വേറെ ഡോൺ കെയറോ ഒന്നും ഗ്രൂപ്പ് ചെയ്യാനില്ല. അപ്പോൾ ആ 1 മാത്രമായിട്ട് എടുക്കുക. സോ പ്ലസ് അതിൻ്റെ ഇവിടെ കോമൺ ആയിട്ട് വരുന്നത് എന്താണ്? എ ബാർ ബി. ഇവിടെ കോമൺ ആയിട്ട് വരുന്നത് സി ബാർ ഡി. ഇതാണ് അതിൻ്റെ മിനിമൽ എക്സ്പ്രഷൻ. ഇപ്പം നമ്മൾ എല്ലാ വൺസും നമ്മൾ ഗ്രൂപ്പ് ചെയ്തു. ദിസ് ഈസ് ദ മിനിമൽ എക്സ്പ്രഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, KTU 2017 8 മാർക്സിന് ചോദിച്ച പ്രോബ്ലം ആണ്. അതിൻ്റെ കെ മാപ്പ് വരയ്ക്കാം. അതിൻ്റെ വേരിയബിൾസ് തന്നിട്ടില്ല. കെ മാപ്പ് വരയ്ക്കാം. ഞാനിപ്പോൾ എ ബി സി ഡി കൊടുത്തു. ഇവിടത്തേക്ക് 0 0 0 1 1 0 1 1. ഹിയർ ഓൾസോ 0 0 0 1 1 0 1 1. ഇവിടെ 0 0 എന്ന് വെച്ച് കഴിഞ്ഞാൽ എ ബാർ ബി ബാർ, ഇത് എ ബാർ ബി, എ ബി, എ ബി ബാർ. ദിസ് ഈസ് സി ബാർ ഡി ബാർ, സി ബാർ ഡി, സി ഡി, സി ഡി ബാർ. ഇതിൻ്റെ സെൽസ് വരുന്നത് 0 1. കണ്ട, നമ്മൾ 0 1 കഴിഞ്ഞിട്ട് ഒരു സെല്ല് കഴിഞ്ഞിട്ട് ഇപ്പുറത്തോട്ട് എഴുതുന്നത്. അപ്പോൾ 0 1 2 3 എന്ന് വന്നത്. ഇവിടെ അതുപോലെ 4 5 6 7. അതുപോലെ ഈ സെല്ല് കളയണം, നമ്മൾ അവിടെ എഴുതിയ പോലെ തന്നെ. അപ്പോൾ എഴുതുമ്പോഴത്തേക്ക് 6 7 8 9 10 11 12 13 14 15. ഇവിടെ സം ഓഫ് പ്രൊഡക്റ്റ് ആണ്. അപ്പോൾ ഈ സെൽസ് എല്ലാം നമ്മൾ 1 വെച്ച് റീപ്ലേസ് ചെയ്യുക. ഇപ്പോൾ 4ന്റെ സെല്ലിൽ നമ്മൾ 1 എൻ്റർ ചെയ്തു, 5ന്റെ സെല്ലിൽ നമ്മൾ 1 എൻ്റർ ചെയ്തു, 7ന്റെ സെല്ലിൽ നമ്മൾ 1 എൻ്റർ ചെയ്തു, 8ന്റെ സെല്ലിൽ നമ്മൾ 1 എൻ്റർ ചെയ്തു, 9ന്റെ സെല്ലിൽ 1 എൻ്റർ ചെയ്തു, 11ന്റെ സെൽ 1 എഴുതി, 12ൽ 1 എൻ്റർ ചെയ്തു, 13ൽ 1 എൻ്റർ ചെയ്തു, 15ൽ 1 എൻ്റർ ചെയ്തു. ഓക്കെ, അപ്പോൾ ഇത്രയും വൺസ് എൻ്റർ ചെയ്തു. ഇനി നമ്മൾ ഗ്രൂപ്പ് ചെയ്യണം. ഇപ്പോൾ 8 ഗ്രൂപ്പ് ചെയ്യാനായിട്ടില്ല അല്ലേ. ഇവിടെ 8 ഗ്രൂപ്പ് ചെയ്യാനായിട്ടില്ല. അപ്പോൾ പിന്നെ 4 ഗ്രൂപ്പ് ചെയ്യാനായിട്ടേ ഉള്ളൂ. അപ്പോൾ ഫസ്റ്റ് ഈ 4 ഗ്രൂപ്പ് ചെയ്യുകയാണ്. ഈ 4 ഗ്രൂപ്പ് ചെയ്തു. 8 4 2 1 ആണ്. 8 ഗ്രൂപ്പ് ചെയ്യാനില്ല. അപ്പോൾ 4 എടുത്തു. 4 എടുക്കുകയാണ്. അപ്പോൾ F ഈസ് ഈക്വൽ ടു ഇത് എടുക്കുമ്പോഴത്തേക്ക് ഈ സൈഡിൽ കോമൺ ആയിട്ടുള്ളത് ബി ആണ്. ഈ സൈഡിൽ കോമൺ ആയിട്ടുള്ളത് 0 0, ദാറ്റ് ഈസ് സി ബാർ ആണ്. അപ്പോൾ ബി സി ബാർ എന്ന് എഴുതി. ഇനി അടുത്ത 4 ഗ്രൂപ്പ് ചെയ്യാൻ പറ്റുമോ നോക്കുക. അടുത്ത 4 ഇത് ഗ്രൂപ്പ് ചെയ്യാൻ പറ്റും. ഇത് 4 ഗ്രൂപ്പ് ചെയ്യാൻ പറ്റും. പ്ലസ് അപ്പോൾ അതിൻ്റെ ഈ സൈഡ് നോക്കുമ്പോഴത്തേക്ക് കോമൺ ആയിട്ട് വന്നത് എന്താണ്? ബി ആണ്. 1 മീൻസ് ബി ആണ്. ഇനി ഇവിടെ കോമൺ ആയിട്ട് വന്നിരിക്കുന്നത് ഡി ആണ് അല്ലേ. 1 ആണ്, ഡി ആണ്. അപ്പോൾ ബി ഡി എന്ന് വരും. ഇനി നെക്സ്റ്റ് 4 ഗ്രൂപ്പ് ചെയ്യാൻ പറ്റുമോ നോക്കുക. ഇവിടെ ഇത് ഗ്രൂപ്പ് ചെയ്യാൻ പറ്റും. ഈ 4 ഗ്രൂപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിൻ്റെ കേസിൽ പ്ലസ് എന്ത് വരും? ഈ സൈഡ് നോക്കാൻ നേരത്ത് 1 ആണ്, ദാറ്റ് ഈസ് എ വരും. ബി എന്ന് വെച്ചാൽ ബി കോംപ്ലിമെന്റ്, അപ്പോൾ അതെടുക്കാൻ പറ്റത്തില്ല. ഇനി ഇവിടെ വരുമ്പോഴത്തേക്ക് കോമൺ ആയിട്ട് വരുന്നത് ഇവിടെ സി കോംപ്ലിമെന്റ് ആണ്, ഇവിടെ സി കോംപ്ലിമെന്റ്, 0 കോമൺ ആണ്. അപ്പോൾ സി കോംപ്ലിമെന്റ് ഇടാം, സി കോംപ്ലിമെന്റ്. ഇനി നെക്സ്റ്റ് ഈ 1 കൂടെ ഉണ്ട്. അപ്പോൾ അതിനെയും കൂടെ നമ്മൾ ഗ്രൂപ്പ് ചെയ്യണം. ഗ്രൂപ്പ് ചെയ്യാൻ അതിനെ അഗൈൻ 4 ആയിട്ട് ഗ്രൂപ്പ് ചെയ്യാം. മാക്സിമം ഇതായിട്ട് എടുക്കാൻ നോക്കണം. 4 ആയിട്ട് എടുത്തു. അപ്പോൾ അതിൻ്റെ പ്ലസ് ഈ സൈഡ് നോക്കാൻ നേരത്ത് സെയിം ആയിട്ടുള്ളത് എന്താണ്? എ ആണ്. എ എഴുതുക. ഇനി ഈ സൈഡിൽ
കോമൺ ആയിട്ട് വരുന്നത് എന്താണ്? ഡി ആണ് അല്ലേ? 0 1 1 1. അപ്പോൾ 1 ആണ്, 1 മീൻസ് ഡി ആണ്. അപ്പോൾ എല്ലാം നമ്മൾ ഗ്രൂപ്പ് ചെയ്തു. ദിസ് ഈസ് ദ ഫൈനൽ എക്സ്പ്രഷൻ ബി സി ബാർ പ്ലസ് ബി ഡി പ്ലസ് എ സി ബാർ പ്ലസ് എ ഡി. ദിസ് ഈസ് ദ ഫൈനൽ എക്സ്പ്രഷൻ. 8 മാർക്സ് നമുക്ക് സുഖമായിട്ട് ഇങ്ങനെ സ്കോർ ചെയ്യാൻ പറ്റും. ഇനി KTU 2017 മെയിൽ ചോദിച്ച് ഒരു 8 മാർക്സിൻ്റെ പ്രോബ്ലം ആണ്. ഓക്കെ, KMAP സിംപ്ലിഫിക്കേഷൻ്റെ പ്രോബ്ലം ആണ്. അപ്പോൾ അതിൻ്റെ കേസിൽ നമുക്കിതുപോലെ വാല്യൂസ് അല്ല വന്നിരിക്കുന്നത്, പകരം അതിൻ്റെ സം ഓഫ് പ്രോഡക്റ്റ് എക്സ്പ്രഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ചെയ്യാം. ഇവിടെ നോക്കണം എത്ര വേരിയബിൾസ് ഉണ്ടെന്ന് നോക്കണം. ഇവിടെ ABCD 4 വേരിയബിൾസ് ഉണ്ട്. സോ വി നീഡ് ടു ഡ്രോ ദ 4 വേരിയബിൾ KMAP. ഇവിടെ തന്നിരിക്കുന്ന എക്സ്പ്രഷൻ തന്നെ എഴുതുക, ABCD തന്നെ എഴുതുക. വേറെ വേരിയബിൾസ് എഴുതാൻ പറ്റത്തില്ല, തന്നിട്ടുണ്ട് വേരിയബിൾസ്. ഇപ്പോൾ ABCD എന്ന് എഴുതുക. നേരത്തെ പോലെ തന്നെ ഇവിടെ 0 0 0 1 1 0 1 1 0 0 0 1 1 0 1 1. ഓക്കെ, ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ABC എഴുതുകയാണെങ്കിൽ ദിസ് ഈസ് A കോംപ്ലിമെന്റ് B കോംപ്ലിമെന്റ്, ദിസ് ഈസ് A കോംപ്ലിമെന്റ് B, ദിസ് ഈസ് AB, ദിസ് ഈസ് AB കോംപ്ലിമെന്റ്. ഇത് വരുമ്പോഴത്തേക്ക് C കോംപ്ലിമെന്റ് D കോംപ്ലിമെന്റ്, C കോംപ്ലിമെന്റ് D, CD, CD കോംപ്ലിമെന്റ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ABC ആണ്. അപ്പോൾ അത് ഇവിടെ സം ഓഫ് പ്രോഡക്റ്റ് ആണ്. ദിസ് ഈസ് സം ഓഫ് പ്രോഡക്റ്റ്. അപ്പോൾ നമ്മൾ ഇത് സെൽസിനകത്ത് 1 ആണ് എൻട്രി ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ABC ആണ്. ഇപ്പോൾ AB നോക്കുക, AB. ഇപ്പോൾ AB വരുന്നത് ഏതൊക്കെയായിരുന്നു? AB വരുന്നത് കണ്ട് ഇതാണ് നമ്മൾ AB വരുന്ന റോ എന്ന് പറയുന്നത്. ഇനി C വരുന്നത് നോക്കുക. C വരുന്നത് ഇതിൻ്റെ കേസിൽ C വരുന്നത് ഇതുമാണ്. ഓക്കെ, AB വരുന്ന ഇതാണ്, C വരുന്ന ഇതാണ്. അപ്പം അത് വെച്ചിട്ട് വേണം നമ്മളിവിടെ 1 എൻട്രി ചെയ്യുന്നത്. AB എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു റോ ആണ്. അടുത്ത C എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ C വരുന്നുണ്ട്, ഇവിടെ C വരുന്നുണ്ട്. അപ്പം കോമൺ ആയിട്ട് ഇവിടെ രണ്ടിടത്ത് നമ്മൾ 1 ഇടുക. മനസ്സിലായി? ഇത് AB വരുന്നതാണ്. അപ്പോൾ ഇത് ഈ റോയ് പിന്നെ വരുന്ന C ആണ്. C എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയും C വരാം, ഇവിടെയും C വരാം. അപ്പോൾ രണ്ടിടത്തും 1 ഇട്ടു. നമ്മളിത് എൻട്രി ചെയ്തു. ഇനി അടുത്തത് AC ബാർ D ആണ്. C ബാർ D നോക്കുക, കാരണം ഇവിടെ ആണല്ലോ CD വരുന്നത്, ഇവിടെ AB അല്ലേ. അപ്പം C ബാർ D നോക്കുക. C ബാർ D വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കോളത്തിലാണ് C ബാർ D വരുന്നത്. കണ്ടോ, C ബാർ D വരുന്നത്. ഇനി A വരുന്നത് നോക്കിയേ, ഇത് C ബാർ Dയുടേതും A വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ രണ്ടെടുക്കുക. കോമൺ ആയിട്ട് വരുന്നത് എന്തായിരിക്കും? ഇവിടെ രണ്ടുമായിരിക്കും അല്ലേ. ദിസ് ഈസ് കോമൺ ഫോർ ഈ ഫുൾ. ഇവിടെയും C ബാർ D ബാർ വരാം. പിന്നെ A വരുന്നത് എന്തേ ഉള്ളൂ? ഇവിടെ മാത്രമേ ഉള്ളൂ. ഇവിടെ ഈ 2 സെല്ലിലും A ബാർ വരുന്നത്. അപ്പോൾ കോമൺ ആയിട്ട് വരുമ്പോഴത്തേക്ക് ഈ 2 സെൽസ് ആയിരിക്കും. നമ്മളിത് എൻട്രി ചെയ്തു. ഇനി അടുത്ത BCD ആണ്. നമ്മൾ CD എടുക്കുക, കാരണം ABCD അങ്ങനെയാണ് കോമ്പിനേഷൻ വരുന്നത്. ഇവിടെ CD എടുത്തു. CD എന്ന് പറയുമ്പോഴത്തേക്ക് എവിടെയൊക്കെ CD വരാം? ഈ ഫുള്ള് ഇവിടെ ഫുള്ള് CD വരാം. ഓക്കെ, അപ്പം പിന്നെ B വരുന്നത് എവിടെ ആയിരിക്കും? ഇത് CD-യുടേത്. B വരുന്നത് എവിടെയൊക്കെ ആയിരിക്കും? കണ്ട് ഇവിടെ ഇവിടെയും B. CD-യുടെ ഇത്, B-യുടേത് ഇത് കോമൺ ആയിട്ട് വരുന്നത് ഇത് രണ്ടും വരും. ഓൾറെഡി 1 എൻട്രി ചെയ്തുകൊണ്ട് അവിടെ എൻട്രി ചെയ്യണ്ട. ഓക്കെ, CD എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫുള്ള് ഇത് വരും. പിന്നെ വരുന്നത് B ആണ്. B വരുന്നത് ഇവിടെ B ബാറാ, ഇവിടെയും B ബാറാ. B വരുന്നത് ഇവിടെ രണ്ടിടത്തേ ഉള്ളൂ. പിന്നെ ഓൾറെഡി 1 എൻട്രി ചെയ്തുകൊണ്ട് ഈ ഒരു 1 ഇവിടെ എഴുതുക. ഓക്കെ, ഇനി നെക്സ്റ്റ് ഡോൺ കെയേഴ്സ് ആണ് ബാക്കി സെൽസിൽ. അതിൽ ABC ബാർ D, ABC ബാർ D എന്ന് പറയുന്നത് C ബാർ D. അപ്പോൾ ഇതാണ്, അത് ഓൾറെഡി നമ്മൾ 1 എൻട്രി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് എൻട്രി ചെയ്തു. അപ്പോൾ ഡോൺ കെയർ തന്നെങ്കിലും അത് ഓൾറെഡി നമുക്ക് 1 ആണ് എൻട്രി ചെയ്തിട്ടുണ്ട്, പിന്നെ അത് എൻട്രി ചെയ്യണ്ട. അടുത്ത AB ബാർ CD. AB ബാർ എന്ന് പറയുന്നത് ഇതാണ്, AB ബാർ. CD എന്ന് പറയുന്നത് ഇതാണ്. അപ്പം AB ബാർ CD എന്ന് പറയുന്നത് ഇത് ഡോൺ കെയർ ആണ്. AB ബാർ CD ഡോൺ കെയർ ആണ്. ഇത് നമ്മൾ എൻട്രി ചെയ്ത്. ഇനി അടുത്ത A ബാർ B ബാർ CD. A ബാർ B ബാർ എന്ന് പറയുന്നത് ഇതാണ്. CD എന്ന് പറയുന്നത് ഇതാണ്. അപ്പം കോമൺ ആയിട്ട് വരുന്നത് ഡോൺ കെയർ. ഓക്കെ, നമ്മൾ ഇത് വെച്ചിട്ട് നേരത്തെ പോലെ KMAP പോലെ വാല്യൂസ് എൻട്രി ചെയ്ത് ബാക്കി വാല്യൂസ് എല്ലാം നമ്മൾ സീറോസ് ഇടണം. ബാക്കി സെൽസ് എല്ലാം നമ്മൾ സീറോസ് ഇടണം. ഇനി മാക്സിമം ഗ്രൂപ്പ് ചെയ്യുക. 8 ഉണ്ടോ എന്ന് നോക്കുക. 8 1 ഗ്രൂപ്പ് ചെയ്യേണ്ട വരുന്നില്ല. പിന്നെ നെക്സ്റ്റ് വരുന്നത് 4 ആണ്. അപ്പോൾ 4 നമുക്ക് ഇത് ഗ്രൂപ്പ് ചെയ്യാം, 4 ആയിട്ട് ഗ്രൂപ്പ് ചെയ്യാം. ഡൗൺ കെയറിൻ്റെ എടുത്തിട്ടാണ് നമ്മൾ ഗ്രൂപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇത് വരുമ്പോഴത്തേക്ക് ഇവിടെ എല്ലാം ഡിഫറൻ്റ് ആണ്. സോ F is equal to ഇവിടെ എല്ലാം ഡിഫറൻ്റ് അല്ലേ, എല്ലാം ഡിഫറൻ്റ് ആണ്. ഇവിടെ കോമൺ ആയിട്ട് വരുന്ന CD ആണ്. സോ CD എന്ന് എഴുതാം. ഇനി അടുത്ത ഗ്രൂപ്പ് ചെയ്യാൻ പറ്റുന്നത് ഈ 4 ഗ്രൂപ്പ് ചെയ്യാം അല്ലേ, ഈ 4 ഗ്രൂപ്പ് ചെയ്യാം.
ആ 4 ഗ്രൂപ്പ് ചെയ്യുമ്പോഴത്തേക്ക് ഈ സൈഡ് നോക്കുക, ഈ സൈഡിൽ കോമൺ ആയിട്ടുള്ളത് എ ആണ്, പ്ലസ് എ. ഇനി ഈ സൈഡിൽ കോമൺ ആയിട്ടുള്ളത് എന്താണ്? ഡി ആണ് അല്ലേ. മറ്റേത് സിയും സി കോംപ്ലിമെന്റും ആണ്, ഡി ആണ്. അപ്പോൾ എ ഡി എന്ന് എഴുതുക. ഇനി ഈ 1 കൂടെ ഉണ്ട്. ആ 1നെ എങ്ങനെ ഗ്രൂപ്പ് ചെയ്ത് നോക്കുക? 1നെ ആണെങ്കിൽ 2 വെച്ചേ ഗ്രൂപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, 4 കോമ്പിനേഷൻ ഇല്ല. അപ്പോൾ ഈ 2 വെച്ച് ഗ്രൂപ്പ് ചെയ്യുക, പ്ലസ് ഈ 2 വെച്ച് ഗ്രൂപ്പ് ചെയ്യുമ്പോഴത്തേക്കാണെങ്കിൽ ഈ സൈഡിൽ എ ബി വരും, എ ബി വരും കണ്ടോ. ഈ സൈഡിൽ എ ബി വരും. ഇവിടെ കോമൺ ആയിട്ട് വരുന്നത് സി ആണ്. ഓക്കെ, സോ എഫ് ഇസ് ഈക്വൽ ടു സി ഡി പ്ലസ് എ ഡി പ്ലസ് എ ബി സി എന്ന് വരും. അപ്പം ഇങ്ങനെയും നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഇത് എക്സ്പ്രഷൻസ് ആയിട്ട് വന്നു. ഇതുപോലെ വാല്യൂസ് ഇട്ടിട്ട് ഡോൺ കേസ് എക്സ് ഇട്ടിട്ട് ഗ്രൂപ്പ് ചെയ്യുക. മാക്സിമം 8 ഉണ്ടെന്ന് നോക്കുക, പിന്നെ 4 ഉണ്ടെന്ന് നോക്കുക, പിന്നെ 2 ഒന്നുമില്ലെങ്കിൽ 1 വെച്ച് ഗ്രൂപ്പ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് കോമൺ നോക്കണം. ഒരെണ്ണം ഏതെങ്കിലും ഗ്രൂപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സൈഡ് നോക്കുക, ഏതാ കോമൺ ആയിട്ട് വരുന്നത്, ഇവിടെ ഏതാ കോമൺ ആയിട്ട് വരുന്നത് നോക്കുക. എന്നിട്ട് അടുത്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ പ്ലസ് ഇട്ടാണ് എഴുതുന്നത്. ഇതിനകത്താണ് സം ഓഫ് പ്രൊഡക്റ്റിനകത്ത് ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് KTUവിൻ്റെ ഒരു ലാസ്റ്റ് 4 ഇയേഴ്സ് ചോദിച്ചിട്ടുള്ള KMAP സിംപ്ലിഫിക്കേഷൻ വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ആണ്. അതിലെല്ലാം നമുക്ക് ചോദിച്ചിരിക്കുന്ന സം ഓഫ് പ്രോഡക്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇനി പ്രോഡക്റ്റ് ഓഫ് സംസ് ഉണ്ട്, അതൊരു പാർട്ട് 2 നമുക്ക് ഡിസ്കസ് ചെയ്യാം. പിന്നെ നമ്മൾ ടിപ്പിക്കലായിട്ടുള്ള ചോദിച്ച ഒരു 5 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ സോൾവ് ചെയ്തത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്ത് നോക്കുക. ഇത് ഈ ഒരു ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാവുന്ന, മോഡ്യൂൾ 2 നിന്ന് മാർക്ക് സ്കോർ ചെയ്യാവുന്ന ഒരു എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് KMAP സിംപ്ലിഫിക്കേഷൻ. നെക്സ്റ്റ് പ്രോഡക്റ്റ് ഓഫ് സം വരുന്നത്, അതായത് പൈ വരുന്ന പാർട്ടുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ വരാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.